ഒരു രാഷ്ട്രത്തെ ശിഥിലമാക്കാൻ ആ രാജ്യത്തിൻ്റെ സംസ്കൃതി തകർക്കുകയാണ് രാഷ്ട്രവിരുദ്ധ ശക്തികൾ ആദ്യം ചെയ്യുന്നതെന്ന് പ്രജ്ഞാപ്രവാഹ ദേശീയ കൺവീനർ ജെ നന്ദകുമാർ. സനാതനധർമ്മത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തതിനാലാണ് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ വിശ്വാസിയല്ല എന്ന് ചിലർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഭാരതത്തെ ശിഥിലമാക്കാൻ പുതിയ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ആധുനിക ആഖ്യാനങ്ങളും കേരളവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ജെ നന്ദകുമാർ. സനാതനധർമ്മ പ്രചാരകൻ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. സനാതനധർമ്മത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തതിനാലാണ് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ വിശ്വാസിയല്ല എന്ന് മുഖ്യമന്ത്രി അടക്കം ചിലർ പറയുന്നതെന്നും ജെ നന്ദകുമാർ സംവാദത്തിനിടെ പറഞ്ഞു. സനാതനധർമ്മം എന്നത് ഏതെങ്കിലും മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഒരു സന്യാസിയും അങ്ങനെ തന്നെ. സനാതനധർമ്മം ഇല്ലാതാക്കി കളഞ്ഞാൽ ഭാരതം ശിഥിലമാകുമെന്ന വ്യാമോഹമാണ് രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കുള്ളത്. ഒരു തരത്തിലുള്ള ബന്ധനങ്ങൾക്കും അവര് വിധേയരല്ല. പിന്നീട് അവരൊക്കെ പറയുക തന്നെ ചെയ്യും, ഇതൊന്നും അവർക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല എന്ന്. അതൊരു വലിയ അത്ഭുതമൊന്നുമല്ല. സനാതനധർമ്മം ഏതെങ്കിലും ഒരു മതസമ്പ്രദായത്തെയോ ഏതെങ്കിലും ഒരു ഈശ്വരൻ മാത്രമാണ് ശരിയെന്ന് പറയുന്നതായ ഒരു സെമിറ്റിക് സങ്കുചിത മതസങ്കല്പത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതല്ല. നിലവിലുള്ള വിശുദ്ധമായ സംസ്കാരത്തെ തകർത്ത് അതിന്റെ സ്ഥാനത്ത് സംസ്കാരം എന്ന പേരിൽ മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കുകയാണ് ഇവരുടെ ശ്രമം. തുടർച്ചയായി മുന്നോട്ടു പോകുന്ന ഒരു പാരമ്പര്യമാണ് സനാതനധർമ്മം. അതിനെ ഇല്ലാതാക്കാൻ ചിലർ ശ്രമിച്ചാൽ നടക്കില്ല. ഈ മുഴുവൻ സമൂഹത്തിന്റെയും, ഭാരതത്തിലെ മുഴുവൻ സമൂഹത്തിന്റെയും സ്വത്താണ് പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായിരുന്ന ആ ദാർശനിക ആചാര്യൻ ശ്രീനാരായണ ഗുരുദേവൻ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആ പറഞ്ഞ കാര്യങ്ങളെ അതേപടി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സമൂഹം തയ്യാറായാൽ തങ്ങളുടെ കട പൂട്ടിപ്പോകും എന്ന സംശയമുള്ളത് കൊണ്ടാണ് ഈ ഒരു പുതിയ നരേറ്റീവ്. കട്ടിംഗ് സൗത്ത് പോലുള്ള വാദങ്ങളിലൂടെ ഭാരതത്തെ വിഭജിക്കാനാണ് ശ്രമിക്കുന്നത്. വിരുദ്ധമായ ആശയപ്രചാരണത്തിലൂടെ പുതിയ സംസ്കാരം കൊണ്ടുവരാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നതെന്നും എന്നാൽ നിത്യനൂതന സംസ്കാരമുള്ള ഭാരതത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും ജെ നന്ദകുമാർ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ കെ രംഗനാഥ് കൃഷ്ണ സംവാദത്തിൽ പങ്കെടുത്തു. പുസ്തകോത്സവ സമിതി ജോയിന്റ് കൺവീനർ PS സുരേഷ്, വൈസ് ചെയർമാൻ സുരേഷ് മണ്ണാർശാല തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ആലപ്പുഴ.